Data Structure Programming Lab for Complementary Papers. Dear students, today we will discuss about the program Implementation of Queue using Linked List. Queue എങ്ങനെ linked list വഴി implement ചെയ്യാന്നാ പറയാൻ പോകുന്നത്. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ queue using array പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ queue എങ്ങനെയാണ് implement ചെയ്യുക linked list ഉപയോഗിച്ചിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നോക്കാം. ഫസ്റ്റ് എന്താ അതിന്റെ ഒരു കണ്ടന്റ് നോക്കാം. ഓക്കെ, ഇവിടെ linked list representation of queues. ഈ queueന്റെ ഒരു കൺസെപ്റ്റ് നോക്കാം. ക്യൂവിന്റെ ബേസിക് കൺസെപ്റ്റ് നമുക്ക് അറിയണം. ക്യൂ എപ്പോഴാണ് എംപ്റ്റി ആവുക, ക്യൂ എപ്പോഴാണ് ഫുൾ ആവുക, ക്യൂവിലെ ഓപ്പറേഷൻസ് അറിഞ്ഞിരിക്കണം. അതുപോലെ ക്യൂ എന്നുള്ള കൺസെപ്റ്റിന്റെ റിയർ, ഫ്രണ്ട് ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ഒക്കെ അറിഞ്ഞിരിക്കും. ആ ബേസിക് നോളേജ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. ഇവിടെ ഈ പ്രോഗ്രാമിൽ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. നോക്കാം. ഇവിടെ ലിങ്ക് ലിസ്റ്റിന്റെ വാല്യൂസ് എന്നുള്ള കണ്ടന്റ്, ഒരു നോഡാണ് ലിങ്ക് ലിസ്റ്റിൽ പറഞ്ഞ നോഡ്, ഡാറ്റ പോയിന്റർ. ഇവിടെ ഡാറ്റ 9 ആണ്. അത് പോയിന്റ് ചെയ്യുന്നത് 300 എന്ന് പറഞ്ഞ അഡ്രസ് വെച്ചിട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. അത് നെക്സ്റ്റ് വരുന്നത് 350 അത് പോയിന്റ് ചെയ്യുന്നു. അതുപോലെ 360. അപ്പോൾ ഡാറ്റ ഇവിടെ ഉള്ളത് 9742 ഈ കണ്ടന്റ് ഉള്ളത്. അപ്പൊ ഇവിടെ ഇതാണ് ഫ്രണ്ട് എൻഡ് പോർഷൻ, ഇതാണ് റിയർ. നമുക്കറിയാം ലിങ്ക് ലിസ്റ്റിൽ ഈ റിയർ എന്നുള്ള കൺസെപ്റ്റ് ഇത് ക്യൂ ഇംപ്ലിമെന്റേഷൻ ആണല്ലോ. അപ്പൊ ക്യൂയിൽ നിന്ന് ഏറ്റവും എന്നുള്ള ഒരു കണ്ടന്റ്, ഏറ്റവും അതായത് ഡിലീറ്റ് ചെയ്യുന്ന കണ്ടന്റ് ഏതാണ്, ക്യൂ ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന കണ്ടന്റ് ആണെങ്കിൽ ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്ത കണ്ടന്റ് ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്, ഫിഫോ എന്നാണ് ഓർഡറിലാണ് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം, എവിടുന്നാണ് ഡിലീറ്റ് ചെയ്യുക, എവിടുന്നാണ് ഇൻസെർട്ട് ചെയ്യുക. ഇപ്പൊ ഫസ്റ്റ് നമുക്കൊരു നോഡ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ അതായിരിക്കും ഹെഡ് നോഡ് വരിക അല്ലെ. സെക്കൻഡ് വരുമ്പോൾ ഈ സെക്കൻഡ് പോർഷൻ എന്നുള്ള കണ്ടന്റ് അതായിരിക്കും അതിന് തൊട്ട് പുറകിൽ വരും. അപ്പോഴും ഹെഡ് നോഡ് ഇത് മാറിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ പിന്നീട് നെക്സ്റ്റ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആരോസ് അസൈൻ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും പോയിന്റേഴ്സ്. ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്ത നോഡ് ഹെഡ് നോഡ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ഡിലീറ്റ് ചെയ്യുക, അതാണ് ഫ്രണ്ട് വരിക. റിയർ എന്നുള്ള ഒരു പോർഷൻ ആണ് ഇവിടെ വരിക. അപ്പൊ ഓരോ തവണയും നമുക്ക് ഇൻസെർട്ട് ചെയ്യുന്ന പുറകു വശത്താണ്. ഈ 2ക്ക് ശേഷം വേറെ ഒന്ന് ഇൻസെർട്ട് ചെയ്യാൻ പോകാൻ സെക്കൻഡ് ലൈൻ നോക്കി. ആഫ്റ്റർ ഇൻസെർട്ടിങ് എ നോഡ് എന്ന് പറഞ്ഞു ഒരു നോഡ് ഇൻസെർട്ട് ചെയ്യാണ് ഇവിടെ 5 എന്ന് പറഞ്ഞ നോഡ്. അത് ഇവിടെ അല്ല ഇൻസെർട്ട് ചെയ്യുക, കാരണം ഒരു ക്യൂവിന്റെ കൺസെപ്റ്റിൽ റിയറിലാണ് ഇൻസെർട്ട് ചെയ്യുക, റിയർ എന്നുള്ള കണ്ടന്റ്. കാരണം ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും, പുറത്തു പോകും, ഡിലീറ്റ് ചെയ്യും. ഓക്കെ, അത് ഫ്രണ്ട് എന്നുള്ള കണ്ടന്റ് ആയി വരും. പിന്നെ ഇവിടെ ഈ ഒരു വാല്യൂ ഉണ്ട്. ഈ ഒരു കൺസെപ്റ്റില് നമുക്ക് ഇവിടെ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ഒരു ക്യൂവിന്റെ കേസിൽ ഏതാണ് ഡിലീറ്റ് ചെയ്യുക, ഫ്രണ്ട് പോർഷനെ ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ഇതിൽ ഏതാ ഡിലീറ്റ് ചെയ്യുക, ഇവിടെ 9 എന്നുള്ള കണ്ടന്റ് ഡിലീറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു ഹെഡ് നോഡ് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യാം ഈ ഒരു പോർഷൻ. ബാക്കി 7 4 2 5 ഇതാണ് ഒരു ക്യൂവിന്റെ ഇൻസെർഷനും ഡിലീഷനും വരുന്ന ഒരു ഇംപ്ലിമെന്റേഷൻ ലിങ്ക് ലിസ്റ്റിൽ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സോഴ്സ് കോഡ് നോക്കാം. എങ്ങനെയാണ് പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കുന്ന കൺസെപ്റ്റ് നോക്കാം. സോഴ്സ് കോഡ് നോക്കി. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h. ഇതിൽ 3 ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാ ഇൻസെർട്ട്, ഡിലീഷൻ, ഡിലീറ്റ് ചെയ്യാൻ റിമൂവ്, ദെൻ ഡിസ്പ്ലേ, 3 അതുപോലെ ഒരു നോഡിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് ഇവിടെ പറയുന്നത്. ഒരു നോഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അറിയേണ്ടത് അതിൽ ഡാറ്റ ഉണ്ടായിരിക്കും, ഇൻഫോ. അതാണ് ഇൻഫോ എന്നാണ് കൊടുത്തുള്ളത്, അതിലെ ഡാറ്റ. ആ ഡാറ്റ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലിങ്ക്, അതാണ് സ്റ്റാർ പോയിന്റർ കൊടുത്ത ലിങ്ക് എന്ന പോയിന്റർ കൊടുത്തിട്ടുണ്ട്. ഇനി ബേസിക് ആയിട്ട് ഒരു ഫസ്റ്റ് ഓപ്ഷനിലെ ഒരു ലിങ്ക് ലിസ്റ്റ് അത് എംപ്റ്റി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ റിയർ ഈസ് ഈക്വൽ ടു നള്ള്, ഫ്രണ്ട് ഈക്വൽ ടു നള്ള്, രണ്ടും സെറ്റ് ചെയ്തു. ഈ ഇതിന് ഒരു സ്ട്രക്ചറിനെ ആക്സസ് ചെയ്യാൻ 2 വേരിയബിൾ ആണ്, ഒന്ന് റിയറും വേറൊന്ന് ഫ്രണ്ടും. ഈ രണ്ടും പോയിന്റേഴ്സ് ആണ്, രണ്ടും ഫസ്റ്റ് എന്ത് ചെയ്തു, നള്ളാക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എംപ്റ്റി ആയിരിക്കും ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഡാറ്റ ഒന്നും ഉണ്ടാവില്ല, ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്യണം. അപ്പോൾ അത് രണ്ടും ആദ്യം എംപ്റ്റി ആയിരിക്കും വാല്യൂസ് ഉണ്ടായിരിക്കുക. നോക്കാം, ഇവിടെ വോയിഡ് മെയിൻ ഇൻഡ് ഓപ്ഷൻ. നമ്മൾ ഇവിടെ ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എൻ്റർ ചെയ്യണം. ഫസ്റ്റ് 1 ഫോർ ഇൻസെർട്ട്, 2 ഫോർ റിമൂവ്, ഡിലീറ്റ്. ഓക്കെ, ദെൻ 3 ഫോർ ഡിസ്പ്ലേ ആൻഡ് 4 എക്സിറ്റ്. ഇങ്ങനെയുള്ള ഒരു മെനു ഓപ്പറേറ്റ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഇൻസെർട്ട് ചെയ്യുക. 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഈ ഒരു കേസ് ഇൻസെർട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ വർക്ക് ചെയ്യും. 2 കൊടുത്താൽ റിമൂവ് ഓപ്ഷൻസ് വർക്ക് ചെയ്യും. ഡിസ്പ്ലേ അത് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ദെൻ 4th വൺ എൻഡ് ചെയ്യാം. എൻഡ് തന്നെ പ്രിന്റ് ചെയ്തിട്ട് അത് എക്സിറ്റ് ആവും. അതുപോലെ ഡീഫോൾട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട് ഇൻവാലിഡ് ഓപ്ഷൻ. ഈ ഒരു 1 2 3 4 ഈ 4 ഓപ്ഷൻസ് അല്ലാതെ 4 ഡിജിറ്റുകൾ അല്ലാതെ വേറെ ഏത് എൻ്റർ ചെയ്താലും അത് ഇൻവാലിഡ് ഓപ്ഷൻ വരും. 4 കൊടുത്താൽ മാത്രമേ ഈ ഒരു മെനുന്ന് എക്സിറ്റ് ആവുള്ളൂ. നോക്കാം, ഫസ്റ്റ് ഇൻസെർട്ട് ഓപ്ഷൻ. ഇൻസെർട്ട് ഫംഗ്ഷൻ നോക്കി. സ്ട്രക്ട് നോഡ് ടെമ്പ്, ഒരു ടെമ്പററി വേരിയബിൾ നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ദെൻ ടെമ്പ് ഈസ് ഈക്വൽ ടു സ്ട്രക്ട് നോഡ് സ്റ്റാർ എംഅലോക്ക് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. അപ്പോൾ എംഅലോക്ക് നമുക്ക് എന്താണ് കഴിഞ്ഞ പ്രോഗ്രാം വളരെ വ്യക്തമായി പറഞ്ഞാണ്, മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ പറ്റുക. സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്, ഒരു സ്ട്രക്ചർ വേരിയബിൾ ആണ് നോഡ്, നോഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ആ നോഡിൽ ആ ഒരു സ്ട്രക്ചറിൽ എത്രയാണോ സൈസ് വരുന്നത് ആ സൈസ് അനുസരിച്ചുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ എൻ്റർ ദ ഐറ്റം. ഇൻസെർട്ട് ആണല്ലോ, അപ്പോൾ ഐറ്റം എൻ്റർ ചെയ്യണം. അപ്പോൾ ഒരു ഐറ്റം നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്യുക. ആ നമ്പർ എൻ്റർ എവിടെ സ്റ്റോർ ചെയ്യും, ഇൻഫിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ടെമ്പ് പറഞ്ഞ ഒരു പോയിന്റർ വേരിയബിൾ ആർക്ക് സ്റ്റോർ ചെയ്ത് കൊടുത്തു, അസൈൻ കൊടുത്തു,
ഇൻഫോയിൽ കൊടുത്തു. ഇപ്പൊ ഇൻഫോയിൽ എന്തുണ്ടായിരിക്കും, നമ്മൾ എൻ്റർ ചെയ്ത ആ ഫസ്റ്റ് വാല്യൂ ഉണ്ടായിരിക്കും. ദെൻ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് റിയർ ഈസ് ഈക്വൽ ടു നൾ. ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞല്ലേ, ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ റിയർ ഈക്വൽ നൾ ആയിരുന്നു, അത് എം ടി ആയിരുന്നോ ലിങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ റിയർ ഈക്വൽ ടു ഫ്രണ്ട് ഈക്വൽ ടു ടെമ്പ് ഹെഡ് നോഡായി സെറ്റ് ചെയ്യും അല്ലെ. റിയർ ഈക്വൽ ടു ഫ്രണ്ട് ഈക്വൽ ടു ടെമ്പ് ആണെങ്കിൽ എന്തായിരിക്കും, ടെമ്പ് ആണെങ്കിൽ ഇപ്പൊ കിട്ടിയ ഒരു വാല്യൂ ഇല്ലേ ആ പോയിന്റർ, ആ പോയിന്റ് സെറ്റ് ചെയ്തിട്ട് അതായിരിക്കും ഒരു ഹെഡ് നോഡായിട്ട് റെപ്രസെന്റ് ചെയ്യും. ദെൻ റിയർ ലിങ്ക് ഇസ് ഈക്വൽ ടു നള്ള്, കാരണം ഫസ്റ്റ് സിംഗിൾ നോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പോൾ നള്ളാക്കി സെറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഹെഡ് നോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു കേസാണ് പറഞ്ഞത്. എം ടി ആണെങ്കിൽ ഇൻസെർട്ട് ചെയ്യുന്ന വാല്യൂ ഹെഡ് നോഡ് ആയിരിക്കും, അതിന്റെ പോയിന്റ് നള്ളാക്കി സെറ്റ് ചെയ്യുകയും ചെയ്യും. അതല്ലാത്ത കേസിൽ ഓൾറെഡി ലിങ്ക് ലിസ്റ്റ് വാല്യൂസ് ഉണ്ടെങ്കിൽ പിന്നീട് ഒരു വാല്യൂ ആഡ് ചെയ്യാൻ വിചാരിക്കുക, ആ ഒരു കേസ് എന്തായിരിക്കും, ടെമ്പ് ലിങ്ക് ഈസ് ഈക്വൽ ടു റിയർ. ഇപ്പൊ എൻ്റർ ചെയ്ത കണ്ടന്റിന്റെ അതിന്റെ ലിങ്ക് എടുത്തിട്ട് അതിനെ ആ നോഡിനെ എന്താക്കി മാറ്റും, റിയർ ആക്കി മാറ്റി. ദാറ്റ് ഈസ് റിയർ ഈസ് ഈക്വൽ ടു ടെമ്പ്. ആ പോയിന്റർ സെറ്റ് കൊടുത്തു, ആ റിയർ ഈക്വൽ ടു ടെമ്പ് എന്ന വേരിയബിൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, അങ്ങനെ ഞാൻ ഇൻസെർട്ട് ചെയ്യുന്നത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒരു വാല്യൂ ഇൻസെർട്ട് ചെയ്തല്ലോ അതേ രൂപത്തിൽ. സെക്കൻഡ് ഓപ്ഷൻ റിമൂവ്. എന്താണ് റിമൂവ്? ഡിലീറ്റ് എന്ന ഓപ്ഷനാണ് പറഞ്ഞത്. അതെങ്ങനെയാ വർക്ക് ചെയ്യാൻ നോക്കാം. ലിങ്ക് ലിസ്റ്റിന് ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതാണ് ഓപ്ഷൻ, ഏതാ, റിയർ ഈസ് ഈക്വൽ ടു നൾ. വാല്യൂ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ലിങ്ക് ലിസ്റ്റ് വാല്യൂ ഇല്ല, ലിങ്ക് ലിസ്റ്റ് എം ടി ആണോ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഞാൻ റിയർ ഈസ് ഈക്വൽ നൾ, ഫസ്റ്റ് കേസ് നമ്മൾ എപ്പോഴും ഇനീഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റിയർ ഈസ് ഈക്വൽ നൾ പറഞ്ഞിട്ട്. ആ ഒരു കേസ് ആണോ, ആണെങ്കിൽ എന്തായിരിക്കും, അണ്ടർഫ്ലോ, ഡാറ്റ ഒന്നുമില്ല, എം ടി അല്ലെങ്കിൽ എം ടി ലിങ്ക് ലിസ്റ്റ് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. അപ്പൊ ഡാറ്റ ഒന്നും ഇല്ല, ഉണ്ടെങ്കിലേ പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. ആ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഡാറ്റ ഉണ്ടെങ്കിൽ എന്നുള്ള ഓപ്ഷൻ, കാരണം റിട്ടേൺ ചെയ്യണം. ഡാറ്റ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് റിട്ടേൺ ചെയ്യും, ഈ ഒരു ഫംഗ്ഷൻ വേറെ വർക്ക് ആവില്ല. അതല്ലാത്ത കേസ് ആണെങ്കിൽ, അതായത് ഈ ഒരു കേസിൽ ഈ ഒരു വാല്യൂ ഒന്നും അണ്ടർഫ്ലോ അല്ല എങ്കിൽ, വാല്യൂ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഓപ്ഷൻ നോക്കുന്നുണ്ട്, ഇഫ് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ, അതായത് ഹെഡ് നോഡ് മാത്രം ഉള്ളൂ എങ്കിലുള്ള കേസാണ് പറഞ്ഞത്. ഹെഡ് നോഡ് മാത്രം ഉള്ളൂ ആയിരിക്കും ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റിയർ ഇസ് ഈക്വൽ ടു നള്ളാക്കി സെറ്റ് ചെയ്യും. അതോടുകൂടെ അത് ഡിലീറ്റ് ചെയ്യണല്ലോ. അപ്പൊ അതിൽ ആ വാല്യൂ നള്ളാക്കി സെറ്റ് ചെയ്യുക. അതോടുകൂടെ എന്ത് ചെയ്യും, ആ കണ്ടന്റ്, ആ ഒരു ഹെഡ് നോഡ് മാത്രമല്ല, ഹെഡ് നോഡ് എന്താവും, ഡിലീറ്റ് ആവും. പിന്നെ അതിലൊന്നുമില്ല, ലിങ്ക് ലിസ്റ്റ് ഒന്നുമില്ല, ബ്ലാങ്ക് ആയി. ആ ബ്ലാങ്ക് ആക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി അതല്ല ഹെഡ് നോഡും കൂടാതെ വേറെ ഏതെങ്കിലും കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ, മിനിമം 2 വാല്യൂസ് എങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻസ് വർക്ക് ചെയ്യും. ഓക്കെ, ഫോർ ടെമ്പ് ഈക്വൽ ടു റിയർ, ടെമ്പ് നോട്ട് ഈക്വൽ ടു നൾ, ടെമ്പ് ലിങ്ക്. അത് നമ്മൾ ഫോർ ലൂപ്പിൽ കൊടുക്കുന്ന കൺസെപ്റ്റ് തന്നെ. കാരണം ഇവിടെ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ലോവർ ലിമിറ്റാ അല്ലെ, പിന്നെ അപ്പർ ലിമിറ്റാ കൊടുക്കാറ്. ചെക്ക് ചെയ്ത് നോക്കും കറക്റ്റ് ആണോ എന്നത്. അതുപോലെ പിന്നെ ഇൻക്രിമെന്റ് ഓപ്പറേഷൻ. ഇവിടെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, റിയർ ആണ്. റിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഇൻസെർട്ട് ചെയ്ത കണ്ടന്റ് അല്ലേ റിയർ ഉണ്ടാവുക. ഇൻസെർഷൻ എപ്പോഴും റിയർ കൂടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്ത വാല്യൂ എവിടെയായിരിക്കും, ഹെഡിലുണ്ടായിരിക്കും. അപ്പോൾ ഹെഡിനോട് വരെ ചെക്ക് ചെയ്യണം. അതാണ് നള്ള് കേസ് പറയുന്നത്. ഇത് നള്ള ആണോ ചെക്ക് ചെയ്ത് നോക്കണ്ടേ. ദെൻ ടെമ്പ് ഇസ് ഈക്വൽ ടു ടെമ്പ്, ആ ലിങ്കും കൂടെ നമുക്ക് അസൈൻ കൊടുക്കാം. ഇവിടെ സാധാരണ പോയിന്ററിൽ സാധാരണ ഫോർ ലൂപ്പിൽ i++ എന്നാണ്ടാവുക അല്ലെ, ഇൻക്രിമെന്റ് ഓപ്പറേഷൻ ആണെങ്കിൽ. ഇവിടെ പോയിന്റർ ആണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഒരു പോയിന്റ് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ പോയിന്റർ, ആ രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു കേസിൽ ടെമ്പ് ഈക്വൽ ടു ഫ്രണ്ട് ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യണം അല്ലെ. ഈ ഒരു കേസ് പറഞ്ഞത് ടെമ്പ് ഈക്വൽ എന്നാണ് കണ്ടന്റ് ബ്രേക്ക് ആകുമ്പോൾ ജസ്റ്റ് ആ ഒരു ലൂപ്പിന് എന്ത് ചെയ്യാൻ, ബ്രേക്ക് ചെയ്യും. ആ ഒരു കേസ് വന്നാൽ മാത്രം. ദെൻ വേറെ കേസ് നോക്കിയേ, പ്രിന്റ് ഐറ്റം ഡിലീറ്റഡ്. ആ ഐറ്റം ഡിലീറ്റ്, കാരണം ഐറ്റം ഡിലീറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് ക്യൂ ആണ്. ക്യൂ ആകുമ്പോൾ ഹെഡിനോട് ഏതാണോ അതാണ്, ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്ത കണ്ടന്റ് ഏതാണോ അതാണ് ഡിലീറ്റ് ചെയ്യുക. ആദ്യം ഇൻസെർട്ട് ചെയ്ത കണ്ടന്റ് എവിടെ ഉണ്ടാവും, ഹെഡിനോട് ഉണ്ടാവും. അതുകൊണ്ട് ഹെഡിനോട് ഡയറക്റ്റ് ഇൻസെർട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും പോയിന്റർ സെറ്റ് ചെയ്യണം. ടെമ്പ് ഇസ് ഈക്വൽ ടു ടെമ്പ് ലിങ്ക് ഇസ് ഈക്വൽ ടു നള്ളാക്കി സെറ്റ് ചെയ്യുക. അതുപോലെ അതിലുള്ള കണ്ടന്റ്, ഫ്രണ്ടിലുള്ള കണ്ടന്റ് ഫ്രീ ആക്കുക. ഫ്രണ്ട് കണ്ടന്റിലല്ല ഹെഡിനോട് വരിക. അതെന്താവും, ആ ഫ്രണ്ട് കണ്ടന്റ് ആദ്യം മെമ്മറി ഡിലീറ്റ് ചെയ്യുക. അതാണ് ഫ്രീ എന്ന് പറഞ്ഞത്. മെമ്മറി ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഫ്രീ എന്നാണ്. ദെൻ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ടെമ്പ്, ആ ടെമ്പററി വേരിയബിൾ എന്ത് ചെയ്യും, ഫ്രണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ ആ ഫസ്റ്റ് നോഡ്, അതായത് ഹെഡ് നോഡ് ആയിട്ടുള്ള നോഡ് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. സോ ഡിലീറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഡിസ്പ്ലേ ഓപ്പറേഷൻ. എന്താ ഡിസ്പ്ലേ ഓപ്പറേഷൻ നോക്കാം. ജസ്റ്റ് അത് അറേയിലുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ, സോറി ഈ ഒരു ലിങ്ക് ലിസ്റ്റിലെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ. അപ്പോൾ ഫോർ ലൂപ്പ് നേരത്തെ ചെയ്ത അതേ കണ്ടന്റ് അവിടെ ഡാറ്റ നമുക്ക് പ്രിന്റ് ചെയ്യുന്ന ഓപ്ഷനിലായിരുന്നു. ഇവിടെ പ്രിന്റിങ് ജസ്റ്റ് വരുന്നുണ്ട്. അവിടെ ജസ്റ്റ് ലിങ്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ ചെക്ക് ചെയ്യുന്നത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കണ്ടന്റ് മാത്രം നോക്കിയാൽ മതി. ടെമ്പ് ഈക്വൽ ടു റിയർ, ടെമ്പ് നോട്ട് നൾ, അതുവരെ എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ ടെമ്പ് ലിങ്ക്. ദെൻ പ്രിന്റ് എഫ് കൊടുക്കുക. പ്രിന്റ് എഫ് ഇതൊരു ഈ സ്ട്രക്ചർ വരാൻ വേണ്ടിയിട്ടാണ് ഒരു ആരോ കൊടുത്തത് കേട്ടോ. ആ ഒരു പോയിന്റർ വരാൻ വേണ്ടിയിട്ട് ആരോ കൊടുത്തുള്ളത്. പെർസെന്റേജ് ഡി ടെമ്പ് ഇൻഫോ, ഇൻഫോയിലല്ല നമ്മൾ ഡാറ്റ ഉള്ളത്. ആ ടെമ്പ് ഇൻഫോ എന്നുള്ള ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ഡാറ്റ അവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് വരും. നോക്കാം, റൺ ചെയ്ത് നോക്കാം. സോഴ്സ് കോഡ് എൻ്റർ ദ ഓപ്ഷൻ.
ഇൻസെർട്ട് റിമൂവ് ഡിസ്പ്ലേ എക്സിറ്റ് നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. ഒരു 6 വാല്യൂസ് ഇൻസെർട്ട് ചെയ്യാം. 1 9 4 7 14 ഇൻവാലിഡ് ഓപ്ഷൻ. ഒരു മിനിറ്റ്. 16 1 25. ഓക്കെ, ഇനി നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് വെക്കാം. 3. ഓക്കെ, നമ്മൾ ഇൻസെർട്ട് ചെയ്ത വാല്യൂസ് ആണ് 25 16 7 4 9. 5 വാല്യൂസ് ഇവിടെ ഇൻസെർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്ത വാല്യൂ 9 ആയിരുന്നു അല്ലേ? അതാണ് ആരോ മാർക്കിൽ ഉണ്ടോ. ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്ത് ഇവിടെ വന്നു, തൊട്ട് പുറകിലായിരിക്കും 4 ഇൻസെർട്ട് ചെയ്ത്, അതിന് തൊട്ട് പുറകിൽ 7 ഇൻസെർട്ട് ചെയ്തു, അങ്ങനെ ലാസ്റ്റ് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 25 ആണ്. അപ്പോൾ 25 ആണ് ഇപ്പോൾ നള്ളാക്കി സെറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ. ഹെഡിനോടുള്ള 9 ആണ് വരുന്നത്. നമ്മൾ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഡിലീറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 ആണ്, റിമൂവ് ചെയ്യാൻ. 2 കൊടുത്തു കഴിഞ്ഞാൽ അത് റിമൂവ് ആവും. ഏതാ റിമൂവ് ആവുക? ഇത് ക്യൂ ആണല്ലോ. ക്യൂ ആകുമ്പോൾ ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്തതാണ് എന്ത് ചെയ്യുക, ഡിലീറ്റ് ആയി പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടന്റ് നമുക്ക് എപ്പോഴും നോക്കുക. ജസ്റ്റ് ഡിലീറ്റ് ഓപ്ഷൻ 2 കൊടുക്കുക. കണ്ടോ, ഐറ്റം ഡിലീറ്റഡ് 9 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ 9 എന്നാണ് ഒരു വാല്യൂന് ഡിലീറ്റ് ആയി പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കുന്നില്ല. 3 തൊട്ട് ഡിസ്പ്ലേ ആവും. ഡിസ്പ്ലേ ആകുമ്പോഴത്തേക്ക് കിട്ടിയ നോക്കി 25 25 16 7 4 9 കാണുന്നില്ല. 9 ഡിലീറ്റ് ആയി. ഫസ്റ്റ് ഇൻസെർട്ട് 9 ആയിരുന്നു. അപ്പൊ ക്യൂല് ഫസ്റ്റ് നിന്ന ആളല്ലേ എക്സിറ്റ് ആയി പോവുക, ഡിലീറ്റ് ആയി പോവുക. അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒന്നുകൂടെ റിമൂവ് ചെയ്ത് നോക്കാം. 2 കൊടുത്ത് ഒന്നുകൂടെ റിമൂവ് ആവും. ഇതാ കൊടുത്ത് 4 ഡിലീറ്റ് ആയി. കണ്ടോ, ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. 2 ഡിസ്പ്ലേ 3 ആണ്. 3 കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ കണ്ടോ 25 16 7 ആയിരുന്നു. then 4 കൊടുത്ത് നമുക്ക് എക്സിറ്റ് ആവും ചെയ്യും. എൻഡ് എക്സിറ്റ്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് പ്രോഗ്രാമുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.